യേശു 5000 പേരെ പോഷിപ്പിക്കുന്നു. യേശു 5000 പേരെ പോഷിപ്പിച്ച സംഭവം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇത് അവന്റെ കരുണയും ദൈവീകമായ പോഷകശക്തിയും വെളിപ്പെടുത്തുന്നു. വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു അവരോട് ആത്മീയ ആവശ്യങ്ങൾ മാത്രമല്ല, ശരീരത്തിന്റെ ആവശ്യങ്ങളും ശ്രദ്ധിച്ചു. അവർ ക്ഷീണിച്ചും വിശന്നും ഇരിക്കുമ്പോഴും അവന്റെ ഉപദേശങ്ങളും സാന്നിധ്യവും അനുഭവിക്കാൻ അവർ അവനോടൊപ്പം നിന്നു. ശിഷ്യന്മാർ ജനത്തെ വിട്ടയച്ച് ഭക്ഷണം വാങ്ങാൻ അനുവദിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ യേശു അവരോട് വെല്ലുവിളിയോടെ പറഞ്ഞു, "നിങ്ങളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്." അത് അസാധ്യമെന്ന് തോന്നി. കാരണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് 5 അപ്പവും 2 മീനും മാത്രമായിരുന്നു. ഒരു ചെറിയ കുടുംബത്തിന് മതിയാവുന്ന ഭക്ഷണം ആയിരങ്ങൾക്കല്ല. എന്നാൽ യേശു ആ ചെറിയ വിഭവം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി അനുഗ്രഹിച്ചു. അത് പൊട്ടിച്ചു വിതരണം ചെയ്തു. അത്ഭുതകരമായി ഭക്ഷണം അവന്റെ കയ്യിൽ വർദ്ധിച്ചു. എല്ലാവർക്കും തൃപ്തിയായി കഴിക്കാൻ സാധിച്ചു. അതിലും അത്ഭുതകരമായി ശേഷിച്ച ഭക്ഷണം 12 കൊട്ടകളായി ശേഖരിച്ചു. പര്യാപ്തത മാത്രമല്ല, സമൃദ്ധിയും വെളിവാക്കി. ഈ കഥയുടെ സന്ദേശം വ്യക്തമാണ്. നമുക്ക് ചെറിയതു മാത്രമേ ഉണ്ടായാലും ദൈവം അത് എടുത്ത് അത്യന്തം മഹത്തായി വർദ്ധിപ്പിക്കും. പലപ്പോഴും നമ്മുടെ വിഭവങ്ങളും കഴിവുകളും വിശ്വാസവും വളരെ ചെറുതാണെന്ന് തോന്നാം. എന്നാൽ അത് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അത് മതിയാവുന്നതിലും അധികമാകുന്നു. പ്രതീക്ഷയില്ലാത്ത സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ആശ്രയിക്കാൻ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ ഈ അത്ഭുതം യേശുവാണ് ജീവന്റെ അപ്പം എന്ന സത്യത്തെയും സൂചിപ്പിക്കുന്നു. ശരീരത്തിലെ വിശപ്പിനെ മാത്രം തീർത്തില്ല, ആത്മാവിന്റെ വിശപ്പിനും അവൻ തന്നെയാണ് ഉത്തരം. അപ്പവും മീനും കൊണ്ട് ജനങ്ങളെ നിറച്ചതുപോലെ ആത്മീയ ജീവിതത്തിനായി തൻ്റെ തന്നെയാണ് അവൻ കൊടുത്തത്. നാം എത്ര ചെറുതായാലും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ സമൃദ്ധിയായി നിറവേറ്റുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.